ദുനിയാവിലുള്ള അവസ്ഥയും ഖബറിലുള്ള അവസ്ഥയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഒരു സുദീർഘമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ? അവര് പറഞ്ഞു, ഇല്ല നബിയെ. അവര് തിരിച്ചു ചോദിച്ചു, നബിയെ നിങ്ങൾ വല്ല സ്വപ്നം കണ്ടോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആത്താനിയ ലൈലത ആത്തിയാൻ, ഇന്നലെ രാത്രി 2 പേര് എന്റെ അരികിലേക്ക് വന്നു. ആ 2 പേരും എന്നോട് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഞാൻ അവരുടെ കൂടെ സഞ്ചാരം ആരംഭിച്ചു. അങ്ങനെ ഞാൻ സഞ്ചരിച്ചപ്പോ അല്ലാഹു തആല എനിക്ക് ചില കാഴ്ചകൾ കാണിച്ചു തന്നു. ഒന്നാമതായി റബ്ബ് കാണിച്ചു തന്നത് ആത്താനി, ഞാൻ ചെന്നെത്തിയത് അലാ റജുലിൻ, ഒരു മുൽത്തജിൻ, ആരോഗ്യ ദൃഢഗാത്രനായി ഒരു മലർന്നു കിടക്കുന്ന ഒരു മനുഷ്യന്റെ അരികിലേക്കാണ്. അതാണാവാം, പെണ്ണാവാം. മറ്റൊരാൾ അവന്റെ അരികിൽ തന്നെ നിൽക്കുന്നുണ്ട്. ബിയദിഹി ബിഹിജാറത്തിൻ കബീറ, ഒരു വലിയ പാറക്കല്ലുമായിട്ടാണ് ആ നിൽക്കുന്നവൻ, കിടക്കുന്നവന്റെ അരികിലുള്ളത്. ആ കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് ആ പാറക്കല്ല് വലിച്ചെറിയുമ്പോ ഏറിന്റെ ശക്തി കൊണ്ട് തലയോട്ടിയടക്കം പൊട്ടിച്ചതറി 4 ഭാഗത്തേക്കും ചെതറിത്തെറിക്കും. പ്രാണവേദന കൊണ്ട് അയാൾ കാലിട്ട് പടയുമ്പോ എറിഞ്ഞ ശക്തി കൊണ്ട് കല്ലുരുണ്ടുപോകും. ആ എറിഞ്ഞവൻ ആ കല്ലെടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും ചെതറിത്തെറിച്ചു പോയ തല ആദ്യത്തെ സ്ഥിതിയിൽ തന്നെയായിട്ടുണ്ടാകും. വീണ്ടും കല്ലെടുത്തെറിയും. ആ രംഗം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആരാണ് ജിബ്രീലേ? ആരാണ് ഈ 2 പേർ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വിശദീകരിച്ചു കൊടുക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് വിശദീകരിച്ചു കൊടുക്കപ്പെട്ടു, നബിയേ അവൻ ആരാന്നറിയോ? ആ മലക്ക് കല്ലുമായി നിൽക്കുന്നവൻ അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പിലാക്കുന്ന മലക്കാണ്. അള്ളാഹു പറഞ്ഞൊരു വാക്കില്ലേ, ഫൽയദു ഉനാദിയ, നിങ്ങൾക്കാരെയും വിളിക്കാം പടച്ചോന്റെ അടുത്ത്. അള്ളാഹുവിന്റെ പരലോകത്ത് നിങ്ങൾക്കാരെയും വിളിക്കാം. നിങ്ങളുണ്ടെന്ന് അഭിമാനിച്ചിരുന്ന നിങ്ങളുടെ പണം, നിങ്ങളുടെ അംഗബലം, സംഘബലം, നിങ്ങളുടെ തറവാടിത്വം എന്തും നിങ്ങൾക്ക് വിളിക്കാം. സനദുഉ സബാനിയ, ഞാൻ എന്റെ സബാനിയത്ത് എന്ന മലക്കിനെ മാത്രമേ വിളിക്കൂ. ആ ശിക്ഷ നടപ്പിലാക്കുന്ന മലക്കാണ് പാറക്കല്ലുമായി നിൽക്കുന്നവൻ. ആ കിടക്കുന്നവൻ ആരാന്നറിയോ റസൂലേ? ഫഇന്നഹു യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതിയവനായിരുന്നു. വയഹ്ഫിളുഹു, അത് മനപ്പാടാക്കിയവനായിരുന്നു. വയതനാവലഹു, അത് കൈകാര്യം ചെയ്തവനായിരുന്നു. പക്ഷേ വയുക്കദ്ദിബഹു, അതിനെ കളവാക്കിയവനായിരുന്നു. ഖുർആൻ പഠിച്ചിട്ടും അതനുസരിച്ച് ജീവിക്കാത്തവൻ, ഖുർആൻ പഠിച്ചിട്ടും അതിനോട് നീതി കാണിക്കാത്തവർ, വിശുദ്ധ ഖുർആനിന്റെ അനുയായികളായിട്ടും ജീവിതത്തോട് അത് ചേർത്ത് വെക്കാതെ അതിനെ അപമാനിച്ചവർ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആനിനെ പറ്റി അറിവുള്ളവരാ ഞാനും നിങ്ങളും. ആ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെപ്പറ്റി കൃത്യമായ ബോധമുണ്ടായിട്ടും ജീവിതത്തിന്റെ ഏത് രംഗത്താ നമുക്ക് അള്ളാഹുവിനെ ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റിയേ? നമ്മളെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. ഒരായത്ത് കേട്ടപ്പോഴേക്കും സഹാബാക്കൾ കരഞ്ഞു. മദീന പള്ളിയിൽ പലപ്പോഴും സഹാബത്ത് ബോധം കെട്ടു വീഴുമ്പോ ആ ആയത്തോതിയ റസൂലുള്ളാഹിനോട് അവർ കണ്ണീരോടെ പറയുന്നു, നബിയെ ആ ആയത്ത് ഞങ്ങളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു റസൂലേ. ഏതായിരുന്നു ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, 5 വക്ത് നിസ്കരിക്കുന്ന മുസൽമാനെ, ഒരു ജാറത്തിങ്കലും പോകാത്തവരെ, ഒരു മക്ബറയും മൂടാത്തവരെ, ഒരേലത്തും മന്ത്രിച്ചൂതി കെട്ടാത്തവരെ, അള്ളാഹുവിന്റെ ഖുർആൻ എന്ന കലാമിനെ നെഞ്ചോട് ചേർത്ത് പഠിക്കുന്ന മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാൻ മാസത്തിൽ രാവും പകലും ധന്യമാക്കുന്ന മുസൽമാനെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നീ നിന്നെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ. ഞാൻ പള്ളിക്ക് പോകാറുണ്ട്, ഞാൻ ഖുർആൻ ഓതാറുണ്ട്, ഞാൻ അധികം ടിവിന്റെ മുൻപിൽ ഇരിക്കാറില്ല, ഞാൻ ഫോണ് കാണാറേ ഇല്ല എന്ന് പറയല്ലേ. വഅൻഫുസകും വഅഹ്ലീകും, നിന്റെ കുടുംബത്തെ നീ കാക്കണം. നിന്റെ മക്കളെ പടച്ചോൻ എന്നെ ഏൽപ്പിച്ചു തന്നതാ, നിന്റെ കുടുംബത്തെ അല്ലാഹു നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നതാണെങ്കിൽ വഅഹ്ലീകും നാറാ, ആ കുടുംബത്തെയും നീ കാക്കണം. വഖൂദുഹൻ നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന നരകാഗ്നി. ഒരു വാപ്പാന്റെ കരച്ചിലിനും ഒരു ഉമ്മാന്റെ പടച്ചിലിനും രക്ഷപ്പെടുത്താനാവാത്ത നരകാഗ്നി. ആർക്കും ആരെയും പരാതി പറയാനോ, ആർക്കും ആരെയും ആക്ഷേപിക്കാനോ, ആർക്കും ആരോടും സങ്കടം ബോധിപ്പിക്കാനോ പറ്റാത്ത റബ്ബിന്റെ കൽപ്പനകൾ മാത്രം നടപ്പിലാക്കുന്ന അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, കഠിനരും ശക്തരുമായ അല്ലാഹുവിന്റെ മലക്കുകൾ ശിക്ഷ നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന ആയത്ത് കേട്ടപ്പോഴേക്കും സഹാബാക്കൾ ബോധം കെട്ടു വീണു. അവർക്ക് സ്വന്തം കുടുംബത്തെപ്പറ്റി ഓർമ്മ വന്നു.
അവര് ബേജാറായിപ്പോയി സ്വന്തം മക്കളെ കൊണ്ട് പടച്ചോനെ ഞങ്ങൾ അള്ളാന്റെ അടുത്ത് അപമാനിക്കപ്പെടുമോ, സ്വന്തം കുടുംബത്തിന്റെ പേരിൽ ഞങ്ങൾ തലകുനിക്കേണ്ടി വരുമോ എന്ന്. ഓരോ ആയത്ത് കെട്ടതിന്റെ പേരിലും ഇല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ അറിയാതെ പറ്റിപ്പോയ അബദ്ധത്തിന്റെ പേരിൽ ഫഇദൽ മഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ജീവനോട് കൂടി കുഴിച്ചു മൂടപ്പെട്ട പെൺമക്കൾ ചോദിക്കും, എന്തിനാണ് വാപ്പാ നിങ്ങൾ ഞങ്ങളെ കൊന്നത് എന്ന ചോദ്യം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളായി അവതരിപ്പിക്കപ്പെട്ടപ്പോ മദീന പള്ളിയിൽ റസൂലുള്ളാന്റെ കാൽമുട്ടുകളിൽ തലവെച്ച് കരഞ്ഞ സഹാബത്തിന്റെ കഥകൾ ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ഒരായത്ത് കേട്ടപ്പോഴേക്കും അവര് മാറി. ഖുർആനിന്റെ ഓരോ വെളിച്ചമായിട്ടും അവരത് സ്വീകരിച്ചു. നമ്മളെ ജീവിതത്തില് നമ്മൾ പറയാറില്ലേ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ 6000-ൽ പരം വരുന്ന ആയത്തുകളുണ്ട്, 114 സൂറത്തുകളുണ്ട്. നമുക്ക് ഇന്ന് വരെ ചില ആളുകൾക്ക് അതിനെ സമീപിക്കാൻ നേരം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാ സൂറത്തുൽ അൻകബൂത്തിന് ചെലന്തിന്റെ പേര് കിട്ടിയത് നമുക്കറിയൂല. എന്തുകൊണ്ടാ സൂറത്തുൽ നംലിന് തേനീച്ച അഥവാ ഉറുമ്പിന്റെ പേര് കിട്ടിയത്? എന്തുകൊണ്ടാ തേനീച്ചക്ക് നെഹ്ലിന് തേനീച്ച എന്നുള്ള പേര് കിട്ടിയത് നമുക്കറിയൂല. നാട്ടിലെ സർവ്വ രാഷ്ട്രീയക്കാരന്റെ കഥയും നമുക്കറിയാം. സർവ്വ പെണ്ണുങ്ങളെ വെച്ച് വിലപേശിയതിന്റെ ക്ലിപ്പ് നമ്മളെ കൈമലുണ്ട്. നാട്ടിലേത് കുടുംബത്തിലേത് കഥയും നമ്മളെ മനസ്സിലുണ്ട്. അള്ളാന്റെ കലാമ്, ആ കലാമിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാ ഹാ എനിക്കറിയില്ല റബ്ബേ എന്ന് പറയുന്ന ഒരു ഉത്തരമാണ് ഖബറിലുള്ളതെങ്കിൽ ആദ്യത്തെ ശിക്ഷയാണ് പടച്ച റബ്ബ് ഓർമ്മപ്പെടുത്തിയത്. ഈ തല പടച്ചവനങ്ങോട്ട് എറിഞ്ഞു പൊട്ടിച്ചു കളയും. വയനാമു അലാ സലാത്തിൽ ഹംസ, അതോടൊപ്പം നിസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങുകയും ചെയ്തവര്. ഖബറിലുള്ള അള്ളാഹുവിന്റെ റസൂലുള്ളാഹ്ക്ക് കാണിച്ചു കൊടുത്ത ആദ്യ ശിക്ഷ, ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും, ഇതെനിക്ക് കിട്ടൂല എന്നുറപ്പ് നിങ്ങളെ മനസ്സ് തോന്നുന്നുണ്ട്. അള്ളാന്റെ അടുത്ത് വലിയ സ്ഥാനം നേടിയോല ഞാനുങ്ങളും ഒക്കെ. ഈ ശിക്ഷ എനിക്ക് ബാധിക്കൂല എന്ന് ചിന്തിക്കുന്നവര് കുറച്ചും കൂടി മുൻപോട്ട് പോയപ്പോ കണ്ടത് ഫഅതൈന അലാ റുജുലിൻ മുസ്തലിക്കൻ ലിഖഫാഹു, ഒരാള് വലത് വായ്ഭാഗം മുകളിലേക്കും ഇടത് വായ്ഭാഗം നിലത്തും ഇങ്ങനെ പറ്റിച്ച് ചെരിഞ്ഞു കിടക്കുക. ആ കിടക്കുന്നവന്റെ അരികിൽ മറ്റൊരാൾ നിൽക്കുന്നുണ്ട്. നിൽക്കുന്നവന്റെ കയ്യിൽ ഒരു ഇരുമ്പ് കുളത്തുണ്ട്. ആ ഇരുമ്പ് കുളത്ത് നിൽക്കുന്ന വ്യക്തി കിടക്കുന്ന വ്യക്തിയുടെ വായിലൂടെ കഴുത്തിലൂടെ അങ്ങോട്ട് കുത്തി കുളത്തി പിടിക്കും. എന്നിട്ടൊരൊറ്റ വലി വലിക്കുമ്പം ഫയുശർഷിദു ശിദ്ഖഹു ഇലാ കഫാഹ്, തലയോട്ടിയുടെ പകുതി ഭാഗം ചീന്തിയെടുക്കപ്പെടും. പ്രാണവേദന കൊണ്ട് അയാൾ പെടയും, ഇടതുഭാഗത്തേക്ക് ചെരിയും. ഇടതുഭാഗത്തും ആ ഇരുമ്പ് കുളത്ത് പിടിച്ച് കുളത്തി കയറും. അവൻ വേദന കൊണ്ട് പൊടയും, വലതുഭാഗത്തേക്ക് തന്നെ ചെരിഞ്ഞു കിടക്കും. ആദ്യം ചീന്തിയെടുത്ത വലതുഭാഗം പൂർവ്വസ്ഥിതിയിൽ തന്നെ ആയത് കാണും. വീണ്ടും ഇരുമ്പിന്റെ കുളത്തെടുത്ത് കൊളത്തിപ്പിടിക്കും. ആവർത്തിക്കപ്പെടുന്ന ആ ശിക്ഷ കണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സുബ്ഹാനല്ലാഹ് മഹാദാനി യാ ജിബ്രീൽ, ജിബ്രീലേ ആരാണിവര്, ഇവര് ചെയ്ത കുറ്റെന്താ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ ഇരുമ്പ് കുളത്തുമായി ശിക്ഷ നടപ്പിലാക്കുന്നത് റബ്ബിന്റെ മലക്ക. ആ കിടക്കുന്നവൻ ആരാണെന്നറിയോ നബിയെ? ഫഇന്നഹു യുഹദ്ദിസു, നല്ല സംസാരപ്രിയനായിരുന്നു, വാഗൊണ്ട് പലതും സംസാരിച്ചവൻ. പക്ഷേ സംസാരിച്ചതിലധികവും ചക്രവാളത്തെപ്പോലും പളർത്തിക്കളയുന്ന നുണയായിരുന്നു റസൂലേ. പറയുന്ന വാക്കുകളുടെ നേരും നിറയും പരിഗണിക്കാത്തവർ, ആര് പഠിച്ചുവിട്ട തോന്നിവാസങ്ങളും യാതൊരു മടിയും കൂടാതെ സ്വന്തം നാവുകൊണ്ട് പറയുന്നവർ. ആലോചിച്ചു നോക്കൂ, എത്രയെത്ര കഥകൾ, എത്രയെത്ര നിറം പിടിപ്പിച്ച കഥകൾ നമ്മുടെ നാവുകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആരുടെയെങ്കിലും മനസ്സുകളിലേക്കോ ഹൃദയങ്ങളിലേക്കോ ഇല്ലാത്തൊരു കഥ എന്റെ നാവിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ കേട്ട വ്യക്തി ആയിരക്കണക്കിന് നാവുകളിലേക്ക് അത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് പടച്ച റബ്ബിന്റെ ഖബറിൽ പോലും ദുനിയാവിൽ അവർക്ക് ബാക്കിയാവുന്നത് ആ പാപഭാരമായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നങ്ങനെയാ, ആളുകൾക്ക് എന്തും പറയാനുള്ള തോന്നലാണ്. അതിന് കിട്ടിയൊരു മാർഗം കൂടിയാ സോഷ്യൽ മീഡിയ. എന്തു തോന്നിയാസോ എഴുതി വിടാ, എന്തു ട്രോള് ഇറക്കാം, ആർക്കാരെയും തെറി പറയാം. ആളുകൾ കേൾക്കാത്തവനെ കേൾപ്പിച്ചോണ്ടിരിക്കുക. നിങ്ങൾ കാണുന്നില്ലേ എന്തുദ്ദേശത്തിലാണ് ആ നന്മ അല്ലെങ്കിൽ ആ തിന്മ പ്രചരിപ്പിക്കുന്നത്? ഒരു കാരണമില്ലാത്തതിന്റെ പേരിൽ പടച്ചോൻ പൊറുത്താലും പടപ്പള് പൊറുക്കാത്തൊരു കാലായി ഈ കാലഘട്ടം. കോഴിക്കോട് സിറ്റിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആ ചെറുപ്പക്കാരന് പരാതിയായി കിട്ടിയ ഒരു വൃത്തികെട്ട പോസ്റ്റ്, ഒരു പിക്ചർ അറിയാതെ കൈ തട്ടി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യപ്പെട്ടു. ഓരോരുത്തരും അത് കണ്ട് ബോധ്യപ്പെടുത്തിയപ്പോഴേക്കും അയാൾ അത് ഡിലീറ്റ് ചെയ്തെങ്കിലും ചില വ്യക്തികൾ അത് വിടാൻ ഒരുക്കല്ലായിരുന്നു.
അദ്ദേഹത്തോട് മേലുദ്യോഗസ്ഥന്മാർ വിശദീകരണം ചോദിച്ചു. അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടു. സസ്പെൻഷൻ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ അവർ ആശ്വസിപ്പിച്ചു. പക്ഷേ മൂന്നാമത്തെ രാത്രി അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ഈ 3 ദിവസത്തിന്റെ ഉള്ളിൽ സോഷ്യൽ മീഡിയയിലെ സർവ്വ ആങ്ങളമാരും പെങ്ങന്മാരും ആ മനുഷ്യന്റെ പച്ചയിറച്ചി തിന്നു. ഓരോരുത്തരും വാരി വലിച്ചിട്ടിട്ട് ആസ്വദിച്ചു. ഇപ്പോഴും ആ ആസ്വാദനത്തിന്റെ മനസ്സ് എനിക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യ. അതൊരു മുസ്ലിമിന് യോജിക്കാത്ത മനസ്സ്. അതുകൊണ്ടാണല്ലോ നാളെ തന്നെ പത്തപ്പിരിയത്ത് ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കാണുകയാണ്, പത്തപ്പിരിയത്തുള്ള ഒരു ഗൾഫുകാരിയോട് ഗ്യാസുകാരൻ ചെയ്തത്. അത്രയുണ്ടാവും ന്യൂസ്. ആ തലേക്കെട്ട് കണ്ടാ പിന്നെ ഇക്കിളിയ ആവേശമാ. അന്യന്റെ അടുക്കളയിലേക്ക് ഒളിഞ്ഞു നോക്കി അപരന്റെ സങ്കടങ്ങളെ കുത്തിപ്പെരിപ്പിക്കാനുള്ള മനസ്സ്. അത് രാഷ്ട്രീയക്കാരന്റെ ആവട്ടെ, കുറെ കാലം സരിത, കുറെ കാലം സ്വപ്ന. രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി പലരും അടുക്കളയുടെ പിന്നാമ്പുറത്ത് കൊണ്ടുവച്ച ഒരു കഥയുടെ പിന്നാലെ പോയി സ്വന്തം പരലോകം നഷ്ടപ്പെടുത്തിയ എത്ര മുസ്ലിമീങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഏതോ നാട്ടിൽ അവിഹിതമായി പിടിക്കപ്പെട്ടവന്റെ പേരും അഡ്രസ്സും വെച്ച് പിടിച്ച് മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് തച്ച് സദാചാര പോലീസിന്റെ ഗുണ്ടായിസം കാണിച്ചപ്പോ ഓരോരുത്തരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും അറിയാത്തവനെ അറിയിച്ചു കൊടുത്ത് ഈ തല്ല് കിട്ടിയതിന്റെ രംഗം പോലും കാണിച്ചു കൊടുക്കുന്ന എത്ര മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇക്കഴിഞ്ഞ ദിവസം പോലും വിവരമില്ലാത്ത ചില പെണ്ണുങ്ങൾ കാണിച്ചു കൂട്ടിയ പേക്കൂത്തിന്റെ പേരിൽ ഉത്തമ സമുദായത്തിലെ പെൺമക്കളുടെ ആധുനിക നിറമെന്ന് വ്യാഖ്യാനിച്ച് അതിനെ എഴുത്തുമെഴുതി മുസ്ലിം കുടുംബങ്ങളുടെ പോസ്റ്റുകളിൽ ആ കുടുംബത്തെ താറടിച്ച എത്ര കുടുംബങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ. ഓരോ കുടുംബത്തിന്റെ ഉള്ളറകളും ചകഞ്ഞു കിട്ടി നാത്തൂനോടും ഇളയമനോടും അമ്മായിയോടും കുടുംബത്തിൽ കൂട്ടം കൂടിയിരിക്കുന്ന സർവ്വ മേഖലകളിലും യാതൊരു നാണവും നോക്കാതെ പച്ചയിറച്ചി തിന്നുന്നുണ്ടെങ്കിൽ അള്ള പറഞ്ഞൊരു വാക്ക, 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെക്കുന്ന അന്ന് നിന്റെ ആ എല്ലില്ലാത്ത പേച്ച നാവ് വേരടക്കം പടക്കം പെയ്തെടുത്തു കളയും. അന്ന് നീ ഖേദിക്കും. നിന്റെ നാവിനെ ഓർത്ത് നീ കരയും. ഇന്നാളുകൾ അങ്ങനെയാ. പരദൂഷണം പറഞ്ഞാലേ പരദൂഷണാവുന്ന, എഴുതി വിട്ടാലും പരദൂഷണം തന്നെയാണ്. അത് കുത്തുവാക്കാണെങ്കിലും അത് ആക്ഷേപങ്ങളാണെങ്കിലും ആരോടും കൂടിയാ പറയുന്നത്. ചിലപ്പോ ഒരു വാക്കുകൊണ്ട് നമുക്കൊരാളെ ജയിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ ആ വാക്കുകൊണ്ട് മുറിഞ്ഞൊരു മനസ്സിന് ഒരു ഓയിൽമെന്റ് തേച്ചാലും ആ മുറിവുണങ്ങുന്നില്ലെങ്കിൽ, മരിച്ചാൽ പോലും ആ പൊരുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ ആ വാക്കിന്റെ പേരിൽ പടച്ചോ നിർത്തിയിട്ട് ശിക്ഷിച്ചിട്ടല്ലാതെ അള്ള അവരെ വിചാരണക്ക് വിളിക്കൂലെന്നാ. ചിലർ വേഗം കൊള്ളിച്ചങ്ങ് പറയുക, കുത്തിപ്പറയുക ചെയ്യുക. മരുക്കളോട്, ഉമ്മാനോട്, ഉമ്മന്റെ വീട്ടുകാരോട്, മരുക്കളെ വീട്ടുകാരോട്. ഇതൊക്കെ ദുനിയാവിലെ രസ. അങ്ങോട്ടും പറയാനും കേൾക്കാനും രസിക്കാനും. 4 ആളെ സപ്പോർട്ട് കിട്ടുമ്പോഴേക്കും ഏതൊരുത്തന്റെയും കുടുംബത്തിലേക്ക് ഒളിഞ്ഞോക്ക വേണ്ട. ഇക്കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ മരിച്ചുപോയിട്ടുണ്ട്. ഓന്റെ വാട്സപ്പ് ഫേസ്ബുക്കിൽ ഓൻ അപ്ഡേറ്റ് ചെയ്ത കഴിഞ്ഞ 9 കൊല്ലത്തോന്റെ റീൽസ് എടുത്തു നോക്കിയപ്പോ ഇതുപോലത്തെ ഒരുപാട് നിറം പിടിപ്പിച്ച കഥകളുണ്ട്. അതിലേറ്റവും ലാസ്റ്റ് ആയിരുന്നു ഒരു പോലീസ് പട്ടാളക്കാരൻ, ഒരു സൈനികൻ അദ്ദേഹത്തിന്റെ ലീവിന് നാട്ടിലേക്ക് വരുമ്പം AC കമ്പാർട്ട്മെന്റിൽ കൂടെയുണ്ടായിരുന്ന പെണ്ണ് ആ ചെറുപ്പക്കാരനെ, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞു ഒന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ സർവ്വ മാധ്യമങ്ങളും ആഘോഷിച്ചില്ലേ? 3 ദിവസം കേരളത്തിലെ സുപ്രസിദ്ധ മുൻനിര മാധ്യമങ്ങൾ ആ ചെറുപ്പക്കാരനെയും സൈനിക വിഭാഗത്തെയും ആക്ഷേപിച്ചിട്ട് ചർച്ച നടത്തി. ഓരോരുത്തരും അവനവന്റെ തീന്മേശയിലിരുന്ന് ചർച്ചയ്ക്ക് ആവേശം കൂട്ടുമ്പോൾ കേട്ടിരിക്കുന്ന 1 മണിക്കൂർ അവരിൽ ആരാന്റെ പച്ചയിറച്ചി തിന്നുന്നത് കേൾക്കാൻ പോലും ഒരു മടിയില്ലാത്ത, മനസ്സാക്ഷിയില്ലാത്തവരായി മാറിയില്ലേ നമ്മൾ? എന്ത് രസാ ചിലർക്ക് കേൾക്കാനെന്നറിയും. അവസാനം 13 ദിവസങ്ങൾക്ക് ശേഷം കുറ്റം തെളിയിക്കപ്പെട്ടു. അപ്പെണ്ണിന്റെ മേൽ തൊട്ടിട്ടില്ല സൈനികൻ. ഓനോട് പെണ്ണ് ചോദിച്ചതാ കള്ളും കുപ്പിണ്ടോ സൈന്യത്തിലല്ലേന്ന്. ഉണ്ടെന്ന് പറഞ്ഞപ്പോ കുടിച്ചു പൂസായി 4 കാലിൽ കമ്പാർട്ട്മെന്റിൽ ഇറങ്ങിയപ്പോ കണ്ടത് ഭർത്താവിനെയാണ്. ആ ഭർത്താവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓള് പറഞ്ഞു ഞാൻ കുടിപ്പിച്ചോ ബലാത്സംഗം ചെയ്തു. 13 ദിവസം ആ ചെറുപ്പക്കാരൻ മുൾമനയിലാണ്. ഓന്റെ കുടുംബത്തിനെ സോഷ്യൽ മീഡിയയിലിട്ട് കൊന്നു. ഓന്റെ മക്കളെ സോഷ്യൽ മീഡിയയിലിട്ട് കൊന്നു. ഓന്റെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ചെറിയ പൈതലും മോള് പോലും സ്കൂളിൽ പോകാതെ കുടുംബത്തിൽ വീട്ടിലിരുന്നിട്ട് പാനിക് അറ്റാക്ക്, ഹൃദയം പൊട്ടുന്ന വേദന സഹിച്ച് ജീവിച്ചു. 13ാമത്തെ ദിവസം കണ്ടെത്തി ഓളെ മേത്തൊട്ടിട്ടില്ല. രക്ഷപ്പെടാൻ ഓളുണ്ടാക്കിയതാണ്. അപ്പോഴേക്ക് എത്ര മനുഷ്യന്മാരത് ഷെയർ ചെയ്തെന്നറിയോ? 2 ആഴ്ച മുൻപ് മരിച്ച ചെറുപ്പക്കാരന്റെ വാൾ പോസ്റ്റിൽ ഇപ്പോഴും ഉണ്ടായി ഷെയറിങ്. ഇനിയും അത് റോൾ ചെയ്ത് വന്ന് കാണുമ്പോൾ കുറ്റം കിട്ടുന്നത് കബറിലേക്കാ. മരിച്ചാലും തീരാത്ത കുറ്റ മനുഷ്യരെ നമ്മൾ കാരണം പറഞ്ഞുണ്ടാക്കിയ വാക്ക്. ഒരാളെ ജയിക്കാൻ എളുപ്പ, ഒരാളെ വേദനിപ്പിച്ചാൽ മതി നാവുകൊണ്ട്. നമ്മളൊരാളെ ജയിക്കേണ്ടത് സ്നേഹം കൊണ്ടാണ്.